മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുത ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ മക്കളെ മനസ്സിലാക്കുക, ഇപ്പൊ ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് സ്കൂളിലേക്കും എല്ലാം വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്? മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയിലുള്ള ആദ്യത്തെ യൂണിറ്റിലെ ഒരു പാഠം പറഞ്ഞു തരാനാണ് കേട്ടോ. ഏതാണ് പാഠം? യൂണിറ്റ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ളതാണ് പാഠം. കാട്ടിലെ മഴയാണ്. കാട്ടില് മഴ പെയ്യുമ്പോൾ, നാട്ടില് മഴ പെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ മഴ പെയ്യുന്നത് തന്നെയാണല്ലേ കാട്ടില് മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ കാട്ടിലെ മഴ കാണാനും വലിയ രസാണ്. കാട്ടിലെ മഴ പെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അത് എക്സ്പീരിയൻസ്? നമുക്കറിയാം അല്ലെ, ഒരു അനുഭവക്കുറിപ്പാണ്. അപ്പൊ മനോഹരമായൊരു പാഠമാണ്. ഇതിനെ പറ്റിയാണ് ഇന്ന് ടീച്ചർക്ക് പറയാനുള്ളത്. അതിനു മുൻപ് നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് പൃഥ്വി എന്ന് എല്ലാവർക്കും അറിയാലോ. 5ാം ക്ലാസ്സിലെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അടിപൊളി ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, സ്ലൈഡ്സ് അല്ലെ, അതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നതായിരിക്കും. ഇതാണ് നമ്പർ 9954008000 എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്യുക. ഒരു വർഷത്തേക്ക് 2499 രൂപ മാത്രമാണ് അതിന്റെ ഫീ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ചിത്രത്തിൽ എന്താണ്? ഈ ചിത്രത്തില് ഒരു കാടാണ്. കാട്ടിലെ മൃഗങ്ങളുണ്ട് അല്ലെ, മരങ്ങളുണ്ട്, അണ്ണാറക്കണ്ണനെയും മാനിനെയും ഒക്കെ കാണുന്നില്ലേ അല്ലേ? ഇനി ഇതാ നമ്മുടെ കാട്ടിലെ മഴ. അങ്ങനെയുള്ള കാട്ടില് ഒരു ദിവസം മഴ പെയ്യാണ്. മഴ എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു അനുഭവമാണ് അല്ലെ. മഴ പെയ്യാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മളെ ജീവിക്കാൻ കഴിയില്ല. കാരണം വെള്ളം കിട്ടില്ല. ഭൂമിക്ക് വെള്ളം വേണം അല്ലെ, നിലനിൽപ്പിന് നമുക്ക് ജലം ആവശ്യമാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ അധികമായാൽ നമുക്ക് അതും ബുദ്ധിമുട്ടാവും. അധികമാവാനുള്ള കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങളോ അങ്ങനെയൊക്കെയാണ് അല്ലെ. അതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ സന്തോഷത്തിന്റെ മഴയാണ്. ഈ മഴ പെയ്യുന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ? അപ്പൊ ഞാൻ ഈ കഥയെ പറ്റി, അനുഭവക്കുറിപ്പിനെ പറ്റി ഒന്ന് പറയാണ്. കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഈ സോമനാഥന്റെ ഇലകളിൽ ചേരുന്ന ആകാശം എന്ന ലേഖനത്തിലെ ചെറിയൊരു ഭാഗമാണ് കാട്ടിലെ മഴ. മഴ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് അല്ലെ. മഴ ഓരോരുത്തർക്കും എന്താണ്? ഓരോ അനുഭവമാണ്. കാട്ടിൽ മഴ പെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ വളരെ വ്യക്തമായി ഈ ലേഖനത്തിലൂടെ എടുത്തു കാണിക്കുകയാണ് എഴുത്തുകാരൻ. കാട്ടിൽ കന്നിമഴ പെയ്തു എന്നാണ് തുടങ്ങുന്നത്. ആദ്യ മഴയാണ് പറയുന്നത്. ആദ്യമായിട്ട് മഴ പെയ്യുക, അതായത് ഒരു വർഷത്തിലെ ആദ്യത്തെ മഴ. അതിന് കന്നിമഴ എന്നാണ് പറയാ. പുതുമഴയാ കുട്ടിയെ, നനയണ്ട കേട്ടോ എന്ന് വീട്ടിലെ മുത്തശ്ശിയൊക്കെ പറയാറുണ്ടായിരുന്നില്ലേ? അതാണ് കന്നിമഴ, ആദ്യത്തെ മഴ. കന്നിമഴ എന്നാൽ ആദ്യ മഴ എന്നാണ് അർത്ഥം. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടതും പുഴ നന്നേ മെലിഞ്ഞു പോകുകയും വെയിലിന്റെ ചൂടേറ്റ് കുന്നുകൾ കരിവാളിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്നാണ് അനുക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറയുന്നത്. മഴയുടെ വരവിനെ വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് ഇവിടെ എഴുത്തുകാരൻ. നമ്മുടെ പാഠഭാഗത്ത് അതിമനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. ചിലപ്പോൾ മഴ ആർദ്രമായി പെയ്തിറങ്ങാറുണ്ട്. മറ്റു ചിലപ്പോൾ മഴയുടെ ഭീകരതയും കാണാറുണ്ട് അല്ലേ. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞു എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, ആദ്യം ചെറുതായിട്ട് പെയ്ത മഴ പിന്നീട് അത് ഗർജനമായിട്ട് കൂടുതലായിട്ട് മഴ പെയ്യുകയാണ് അല്ലെ. പക്ഷേ മരിച്ച പുഴ ജീവൻ വെച്ചു തുടങ്ങിയതും കുന്നിലും വീട്ടിലും നിന്ന് നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നതിനെ പറ്റിയും ലേഖനത്തിൽ പറയുന്നു. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്നും മഴ പെയ്ത ആ ഒരൊറ്റ രാത്രി കൊണ്ട് പുഴ സുന്ദരിയാകുന്നുവെന്നും കുന്നിൻപുറം എല്ലാം വിളർച്ച മാറി വീണ്ടും പച്ചയാകുന്നതിനെ പറ്റി, മഴ പെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് പോലെ മാറ്റങ്ങൾ കാട്ടിലും ഉണ്ടാകുന്നു. മഴ പെയ്യുന്നതിനെ പറ്റി കുന്നിൻപുറമെല്ലാം വിളർച്ച മാറി വീണ്ടും പച്ചയാകുന്നതിനെ പറ്റിയും പച്ച തളിരിപ്പിന്റെ ചോപ്പായി പരിണമിക്കുന്നതിനെ പറ്റിയും ഇവിടെ പറയുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയാണ് അല്ലെ. വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് മഴ പെയ്യുമ്പോ എന്താണ്? അത് കുളിരും. പിന്നെ എന്താണ്? അത് തളിർക്കും അല്ലെ. അപ്പോ കാട്ടിൽ കന്നിമഴ എന്താണ്? യൗവനം കൊണ്ടുവരാണ്. ഉണങ്ങി കരിഞ്ഞു നിന്നതിനെ ഒന്ന് പുതുക്കുകയാണ് അല്ലെ. അത്
എന്നും. അപ്പോ അത് യൗവനത്തില് നമ്മുടെ ആ ഒരു പ്രായം അപ്പൊ സുന്ദരിയായിട്ടായിരിക്കും നിൽക്കുക, യൗവനം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ രാത്രി കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്, മഴ പെയ്ത ആ ഒരു രാത്രി കൊണ്ട് എന്ത് ചെയ്യാണ്, പുഴ സുന്ദരിയാകുന്നു എന്നാണ് പറയുന്നത്. പുഴ മനോഹരിയാകുന്നു അല്ലെ. കുന്നിൻ പുറത്ത് എന്താണ്, അതുവരെ ഉണ്ടായിരുന്ന വരൾച്ചയെല്ലാം മാറി കുന്നിൻപുറം വിളർച്ച മാറി വീണ്ടും പച്ചയാകുകയാണ്. പൊടിപ്പുകളൊക്കെ മുളച്ചു പൊന്തി തുടങ്ങും അല്ലേ. പച്ച എന്താവും, പിന്നെയും തളിരായിട്ട് അല്ലെ, തളിരിപ്പിന്റെ ചോപ്പായിട്ട് പരിണമിക്കും, പിന്നെ പൂക്കാനൊക്കെ തുടങ്ങും അല്ലെ. അതിനെ പറ്റിയാണ് ഈ ഒരു മനോഹരമായ ലേഖനത്തില് പറയുന്നത്. ഈ സോമനാഥനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. മക്കളെ എന്താവാ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് കാണുക. പരീക്ഷയൊക്കെ ആവുന്ന സമയത്ത് പരീക്ഷ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ വരാം കേട്ടോ. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. പറഞ്ഞത് മറന്നു പോകണ്ട. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ ആണ്, മറക്കല്ലേ. ബൈ.